ക്ഷേത്ര ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? എന്തെങ്കിലും ചടങ്ങ് അവിടെ നടക്കുന്നുണ്ടോ? സേതു, ഇപ്പോൾ എല്ലാവരും അടുപ്പ് വെട്ടിനായുള്ള കാത്തിരിപ്പിലാണ്. മാത്രമല്ല, നാനാഭാഗത്തു നിന്നെത്തിയ മനുഷ്യരെല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം നടത്തിയതിന് ശേഷം പൊങ്കാല അർപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ്. അമലെ, അതിനുള്ള ഓട്ടമാണ്. ഇനിയാണ് ഇവരൊക്കെയും ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് അടുപ്പ് കൂട്ടിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തി പൊങ്കാല അർപ്പിക്കേണ്ടത്. 10:30 അടുപ്പ് വെട്ട് നടക്കുക. 6:38 6:40 ഉഷപൂജ നടക്കുന്നുണ്ട്. അപ്പോഴും അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ഭക്തരെ നമുക്ക് കാണാൻ കഴിയും. എന്ത് മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് പിന്നിൽ. അതായത് ശ്രീകോവിലേക്കുള്ള ഈ പുറത്തു നിന്നും നടന്ന് കയറാനുള്ള ആ ഒരു ചെറിയ വഴിയാണ്. അത് കടന്നു പോകുന്ന ഇടങ്ങളിൽ ഇങ്ങനെ നിറയെ പുഷ്പാലങ്കൃതം മാത്രമല്ല, ഇനിയിപ്പോൾ പകൽ രാത്രി അത്രയും തിരക്കുണ്ടോ ഇന്നിപ്പോ രാവിലെ? കാഴ്ച ഇവിടെ കാണാനുള്ളത്. ഇപ്പോൾ ലൈറ്റുകളൊക്കെ പതിയെ ഓഫ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. രാത്രി ലൈറ്റുകൾ. എന്തായാലും നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ് അടുപ്പൂട്ടി ചടങ്ങ് നടക്കുന്നത്. 10:30 ഇവിടെ നിന്നും അടുപ്പൂട്ടി ഇവിടുത്തെ പൊങ്കാലടുപ്പിൽ നിന്നും പിന്നീട് അങ്ങോട്ട് പുറത്തു നിൽക്കുന്ന പോകുന്നത്. എന്തായാലും ആളുകളുടെ വരവ് ഭയങ്കര, ഇത്രത്തോളം വരവ് സംഘാടകരും പോലും ഒരുപക്ഷെ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പിലാണ് ഭക്തരെല്ലാം തന്നെ ഉള്ളത്. ഇനിയിപ്പോൾ അധികം സമയങ്ങളില്ല. നമ്മൾ ഈ തോറ്റമ്പാട്ടുകാർ, ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് മുന്നിൽ തോറ്റമ്പാട്ടുകാർ നിൽക്കുന്നത് കാണാം. അവരൊരു പ്രധാന ഭാഗം പാടിക്കഴിയുമ്പോഴാണല്ലോ പിന്നീട് ഈ പൊങ്കാല ചടങ്ങുകൾ തുടങ്ങുന്നത്. അതായത് ഇന്നലെ ഇപ്പോൾ മധുരാപുരിയിലേക്ക് പോയ കണ്ണകി ഈ നഗരം ചുട്ടരിച്ച് മടങ്ങാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ആ ഭാഗം പാടിത്തീർന്ന ഉടൻ തന്നെ ശ്രീകോവിൽ നിന്നും തന്ത്രി അവിടെ നിന്നും തീനാളം പകർന്ന് മേൽശാന്തിക്ക് നൽകും. മേൽശാന്തി അത് പിന്നീട് ഇവിടേക്ക് സഹമേൽശാന്തിമാർക്ക് കൈമാറിയാണ് പിന്നീട് ഈ തീനാളം പകർന്നു പോകുന്നത്. ഇവിടെ മാത്രമല്ല നമുക്ക് ഇപ്പോൾ അവരെല്ലാം സംസാരിച്ചപ്പോൾ നമ്മൾ കേട്ടതല്ലേ, അതായത് ഗോകുൽ നിൽക്കുന്നിടത്തും പൂജ നിൽക്കുന്ന സ്ഥലത്തും സ്റ്റെഫിനുള്ളയിടത്തും എല്ലാം നല്ല തിരക്കാണ്. അതായത് സൂചി കുത്താൻ ഇടയില്ലാത്ത അവസ്ഥയിലേക്ക് തലസ്ഥാന നഗരി പൂർണ്ണമായി മാറി. അതെ, എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരുടെയും മുഖത്തൊരു പക്ഷേ ഭാവങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലായത്. ഉള്ളിലുള്ള ഭക്തിയും അവർക്ക് പറയാനുള്ള സങ്കടങ്ങളും അമ്മയോടുള്ള സ്നേഹവും ആദരവും അങ്ങനെ എല്ലാം കൂടിക്കലർന്നുള്ള ഒരേ ഒരു ഭാവത്തോടു കൂടിയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അത് ലോകമെമ്പാടും എന്നുള്ളത് നമ്മൾ എടുത്ത് തന്നെ പറയണം. പല കാലങ്ങളിലായി ആറ്റുനോറ്റിരുന്ന വ്രതം നോറ്റ് എത്തിയവരാണ് എല്ലാവരും. ഉഷപൂജയുടെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉഷപൂജ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്നത്തെ കഴിഞ്ഞുപോയ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ രാവിലത്തെ നട തുറപ്പായിരുന്നു. 4:30 നട തുറന്നു. അതിനുശേഷം നിർമ്മാല്യ ദർശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉഷപൂജ. ഇനി പന്തീരടി പൂജ 8:30 നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് പൊങ്കാലയുടെ ചടങ്ങുകളിലേക്ക് കാര്യങ്ങളൊക്കെ. ഉഷപൂജയുടെ സമയം മുതൽ തന്നെ എനിക്ക് തോന്നുന്നു അതിനും വളരെ നേരത്തെ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ കുഞ്ഞു മക്കളെയൊക്കെ അണിയിച്ചൊരുക്കി ക്യൂ നിൽക്കുന്നുണ്ട് ദീപാവലിക്കായിട്ട്, ക്ഷമിക്കണം, താലപ്പൊലിക്കായിട്ട്. താലപ്പൊലിക്ക് വേണ്ടിയിട്ട് ഈ കാത്തു നിൽക്കുന്ന നിരയുണ്ടല്ലോ, കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ഇവരെല്ലാവരും. അതീവ നമ്മൾ കടന്നു വന്ന വഴികളുടെ നിരയാണെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞത്, ഞാൻ ഏറ്റവും കുറഞ്ഞ കണക്കാണ് പറയുന്നത്, നമ്മൾ മീറ്റർ വെച്ച് അളന്നതല്ലല്ലോ. അപ്പോൾ എന്നാലും അത്രയും ഉറപ്പായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. അവരൊക്കെ എപ്പം മുതൽ നിൽക്കുന്നതായിരിക്കും. ഒരു പക്ഷേ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ക്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പ്രധാന നടപ്പന്തലിനുള്ളിലും തൊട്ടപ്പുറയായി താൽക്കാലികമായി കേന്ദ്രീകരിച്ച നടപ്പന്തലിനുള്ളിലേക്കും ആളുകൾ ഇന്നലെ വൈകുന്നേരം തന്നെ കൃത്യമായി സ്ഥലം പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ 3 പ്രധാന വേദികളുണ്ടല്ലോ, ഈ കലാപരിപാടികളൊക്കെ നടക്കുന്ന അംബിക, അംബാലിക, ഈ 3 വേദികൾ അത് ആറ്റുകാലമ്മയുടെ ഏറ്റവും അടുത്തിരുന്ന് പൊങ്കാലിടുക എന്നുള്ളതാണ് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലും പുറത്തുനിന്ന് വന്ന ആളുകളാണ്. തിരുവനന്തപുരംകാർക്ക് ഒരുപക്ഷെ നഗരത്തിനെ കുറിച്ച് പുറത്തേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ അമ്പല പരിസരത്ത് നിന്ന് കുറച്ച് മാറേണ്ടി വരും. കാരണം പുറത്തുനിന്ന് വന്ന ആളുകൾ ഇവിടെ കുറേ അധികം ദിവസങ്ങൾക്ക് മുൻപ് തൊട്ടേ വന്നിരിക്കുന്ന ആളുകളുണ്ട്. മാത്രമല്ല ഈ പറയുന്ന 3 വേദികളും ഇവർക്ക് രാത്രി ഒന്ന് വിശ്രമിക്കണമെങ്കിലും അതിനുള്ള വേദിയാണ്. അതിലൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അമൽ. അതായത് എല്ലാ നാട്ടുകാർക്കും എപ്പോഴും വരാവുന്ന തരത്തിൽ ഇവിടുത്തെ വീടുകളൊക്കെ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കാലങ്ങളായി അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്. വർഷങ്ങളായി ഞങ്ങൾ പൊങ്കാല അർപ്പിക്കുന്ന വീട് എന്ന് പറഞ്ഞ് ഏത് നേരവും കയറി വരാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം ഏത് നാട്ടുകാർക്കും ഉള്ളത് കൊണ്ട് അവരൊക്കെ അങ്ങനെ വന്ന് നേരത്തെ തന്നെ അവരുടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അതിഥികളില്ലാത്ത വീടുകളുടെ എണ്ണമായിരിക്കും ഒരുപക്ഷെ കുറവ് ഇന്നത്തെ ദിവസം. മാത്രമല്ല ഇവിടേക്ക് എത്തുന്ന ട്രെയിനുകളിലും അല്ലെങ്കിൽ എത്തുന്ന ബസ്സുകളിലുമൊക്കെയുള്ള തിരക്ക് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ നിമിഷം പോലും
ആളുകൾ തീരുമാനിച്ച് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പുകൾ എല്ലാം തയ്യാറാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഈ വഴിയോരങ്ങളിൽ സാധാരണ നിലയിൽ കാണാത്ത പല വഴികളിലും ഇത്തവണ അടുപ്പ് കൂട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് തീനാളം പകർന്നു പോയാൽ പിന്നീട് തിരുവനന്തപുരത്തിൻ്റെ ഓരോ വീഥികൾക്കും തിരുവനന്തപുരത്തിൻ്റെ കടന്നു പോകുന്ന ചെറുവഴികൾ പോലുമുണ്ട്. ആ വഴികൾക്കെല്ലാം വഴികൾക്ക് തീ പിടിക്കുന്ന അവസ്ഥ അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയായിരിക്കും കാര്യങ്ങൾ. കാത്തിരിപ്പാണ്. പൊങ്കാല തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാത്തിരിപ്പാണ്. 2:30 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദിക്കുക. ഈ നിവേദ്യത്തിനായി കാത്തിരിപ്പാണ്. അതിനുശേഷം സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പായി. അങ്ങനെ ഇതൊരു ആഘോഷത്തിൻ്റെ ദിവസമാണ്, ആസ്വാദനത്തിൻ്റെ ദിവസമാണ്, സന്തോഷത്തിൻ്റെ ദിവസമാണ്. അതിലേറെ ഈ ഭക്തജനങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ കൂടി ദിവസമാണ്. അമ്മയോട് എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാനും അവരുടെ മനസ്സിലുള്ള വേദനകളൊക്കെ ഇറക്കി വയ്ക്കാനുമുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് എല്ലാവരും ഇന്ന് വന്നെത്തുന്ന ദിവസം കൂടിയാണ്.